പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്നറിയോ? കഴിഞ്ഞ ഏപ്രിലിൽ ഞങ്ങൾ അസർബൈജാനിലേക്ക് ഒരു ഫാമിലി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പാർക്കിലും റോഡ് സൈഡിലും ഒക്കെ നിറയെ പൈൻ ട്രീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ മേലെയൊക്കെ അതിൻ്റെ വിത്ത് ഉണ്ടല്ലോ, പൈൻ കോൺസ്, അതിങ്ങനെ ഉണങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹസ്ബൻഡും കൂടി അത് പെറുക്കാൻ വേണ്ടി അവിടുത്തെ ഒരു പാർക്കിൽ കൂടി നടക്കുന്നതാണിത്. അപ്പോൾ അവിടുത്തെ മരത്തിൻ്റെ മേലെ നിറയെ ഇതുപോലെ പൈൻ കോൺസ് ഉണങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് നോക്കി നടക്കുന്നത്. അവിടുന്ന് അതുപോലെ പാർക്കിൽ നിന്ന് ഞാൻ കുറച്ച് പൈൻ കോണെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ക്രിസ്മസിന് ഈ പൈൻ കോൺസ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വെച്ചിട്ടുള്ള 2 ക്രാഫ്റ്റ് ഐഡിയാസാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന പൈൻ കോൺസാണ് ഇതെല്ലാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇന്നൊരു ക്രിസ്മസ് റീത്തും അതുപോലെ ഒരു ക്രിസ്മസ് ട്രീയും ആണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ റീത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ 30 സെൻറ്റിമീറ്റർ ഡയമീറ്റർ വരുന്നൊരു സർക്കിൾ കട്ട് ചെയ്തെടുത്ത് അത് റിംഗ് ഷേപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇതുപോലത്തെ ഒരു ഐറ്റം ഉപയോഗിക്കുന്നുണ്ട്, ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള പൈൻ കോൺസ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ 2 ബെല്ലും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ റിങ്ങിൻ്റെ പിറകിൽ ഇത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു കൊളുത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചെറിയൊരു പീസ് ത്രെഡ് അതിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ, ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ പൈൻ കോൺസ് ഞാൻ ഇതിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പൈൻ കോൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് പൈൻ കോൺ ഉള്ളതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഒരു 2-3 എണ്ണം ഞാൻ ഈ റിങ്ങിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കാർഡ്ബോർഡിൻ്റെ മേലെ പിറകിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് കുറച്ച് ഇതുപോലെ ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ സാധനം ഇതിലൊന്ന് ചുറ്റി എടുക്കാം. അത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ് ചെയ്യാൻ. അത് ചുറ്റിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ താഴെ ഒരു ബെല്ലും കൂടി ഇതുപോലെ ഒന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ചെറിയ റെഡ് ബൾബോ ബോൾസോ എന്തെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ റീത്ത് റെഡിയായി. ഇനി പൈൻ കോൺ വെച്ചിട്ട് ഞാനൊരു ക്രിസ്മസ് ട്രീ ആണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടിഷ്യൂ റോളിൻ്റെ ഒക്കെ ഉള്ളിലുണ്ടാവുന്ന ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പൈൻ കോണും എടുത്തിട്ടുണ്ട്. അപ്പം ഈ പൈൻ കോണിന് ഞാൻ ഗ്രീൻ കളറ് അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതുപോലെ ആ കാർഡ്ബോർഡ് പീസിന് ഞാൻ ബ്രൗൺ കളറും അക്രിലിക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്ത പൈൻ കോൺ ഇത് നമുക്ക് ഈ കാർഡ്ബോർഡ് പീസിൻ്റെ മേലെ ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ? അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ചെറിയ ചെറിയ പല കളറിലുള്ള മുത്ത് കൂടി ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ പോലെ. അതും ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്.
ഇതിൻ്റെ മേലെ നമുക്ക് ഒരു സ്റ്റാറും കൂടി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലൊരു സ്റ്റാർ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതും കൂടി ട്രീയുടെ മേലെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ അധികം ഡെക്കറേഷനൊന്നും ഇല്ലാണ്ട് സിൽവർ കളർ വെച്ചിട്ട് ചെയ്ത ഒരു ചെറിയ ക്രിസ്മസ് ട്രീ ആണിത്. ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ് അതിൻ്റെ ബേസായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ ഒരു ക്രിസ്മസ് ട്രീ ആണ്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോയും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.